ക്ലാസ്സിൽ തോറ്റ ഒരു കുട്ടി. കൂലിപ്പണിക്കാരനായ അച്ഛനെ സഹായിക്കാൻ ചുമടെടുക്കാൻ പോയ ബാലൻ. അന്ന് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒരു അധ്യയന വർഷമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതേ കുട്ടി തിരിച്ചു പിടിച്ചത് 4500 കോടി രൂപയുടെ ഒരു ബിസിനസ് സാമ്രാജ്യമാണ്. നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ID ഫ്രഷ് ഫുഡിന്റെ വിജയഗാഥയാണ്. നമ്മൾ ദിവസവും കാണുന്ന IDയുടെ ഇഡ്ഡലിമാവിലേക്ക് ലണ്ടൻ ആസ്ഥാനമായുള്ള വമ്പൻ നിക്ഷേപകർ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1300 മുതൽ 1500 കോടി രൂപ വരെയാണ് ഈ ഡീലിന്റെ വലിപ്പം. എന്താണ് ഈ ഡീൽ? ഈ പണം കൊണ്ട് ID ഫ്രഷ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ ലളിതമായി പരിശോധിക്കാം. ലണ്ടൻ ആസ്ഥാനമായുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാരായ അപെക്സ് പാർട്ട്നേഴ്സ് ആണ് ID ഫ്രഷ് ഫുഡിൽ വമ്പൻ നിക്ഷേപം നടത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1300 കോടി രൂപ മുടക്കി കമ്പനിയുടെ 25 മുതൽ 30% വരെ ഓഹരികളാണ് ഇവർ സ്വന്തമാക്കുന്നത്. അതായത് ID ഫ്രഷ് ഫുഡിന്റെ മൊത്തം മൂല്യം 4500 കോടി രൂപയോളം എത്തിയിരിക്കുകയാണ്. നിലവിലുള്ള നിക്ഷേപകരായ പ്രേംജി ഇൻവെസ്റ്റ്, TPG ന്യൂകെസ്റ്റ് എന്നിവരിൽ നിന്നാണ് അപെക്സ് പാർട്ട്നേഴ്സ് ഭൂരിഭാഗം ഓഹരികളും വാങ്ങുന്നത്. അതായത് തുടക്കകാലത്ത് IDയെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് വലിയ ലാഭം നൽകിക്കൊണ്ട് പുതിയൊരു പങ്കാളി കൂടി എത്തുന്നു. PC മുസ്തഫയും സഹോദരങ്ങളും തങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നില്ല എന്നതും ഈ കമ്പനിയിലുള്ള അവരുടെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ID സജീവമാണ്. അപെക്സ് പാർട്ട്നേഴ്സ് എന്നത് ആഗോളതലത്തിൽ സ്വാധീനമുള്ള കമ്പനിയാണ്. അവരുടെ സഹായത്തോടെ അമേരിക്ക, ലണ്ടൻ, സിംഗപ്പൂർ തുടങ്ങിയ വിപണികളിലേക്ക് അതിവേഗം വളരാൻ IDക്ക് സാധിക്കും. ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിക്കും ഇനി നല്ല ഇഡ്ഡലിയും ദോശയും കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2027ഓടെ കമ്പനി IPOയിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനുവേണ്ടി കമ്പനിയുടെ അടിത്തറ ബലപ്പെടുത്താൻ ഈ ഡീൽ സഹായിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 681 കോടിയാണ് കമ്പനിയുടെ ലാഭം. ദോശമാവിൽ നിന്ന് മുന്നേറിയ ഉൽപ്പന്ന നിര, റെഡി ടു കുക്ക് പൊറോട്ട, ഇൻസ്റ്റന്റ് ഫിൽറ്റർ കോഫി, കാപ്പിപ്പൊടി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. ഈ കണക്കുകൾക്കപ്പുറം ഇതിന് പിന്നിലെ മനുഷ്യനാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. വയനാട്ടിലെ ചെന്നലോട് എന്ന ഗ്രാമത്തിൽ ജനിച്ച PC മുസ്തഫ 6ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ പഠനം നിർത്തി അച്ഛനെ സഹായിക്കാൻ പോയ ബാല്യം. പക്ഷെ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് പ്രധാനം. തിരികെ സ്കൂളിലെത്തുകയും കഠിനമായി പരിശ്രമിച്ച് പഠിക്കുകയും ചെയ്തു. കോഴിക്കോട് NITയിൽ നിന്ന് എഞ്ചിനീയറിംഗും പിന്നീട് IIM ബാംഗ്ലൂരിൽ നിന്ന് MBAയും നേടി. 2005 വെറും 50,000 രൂപ മുടക്കിൽ 50 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ചെറിയ അടുക്കളയിലാണ് ID തുടങ്ങിയത്. അന്ന് ഒരു ദിവസം 10 പാക്കറ്റ് മാവ് വിൽക്കാൻ കഷ്ടപ്പെട്ടിരുന്നിടത്ത് നിന്ന് ഇന്ന് ദിവസം കോടിക്കണക്കിന് ഇഡ്ഡലികൾ ലോകത്തിന് നൽകുന്ന വളർച്ചയിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുകയാണ്. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കും ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.